Hi, I am Sally. Welcome to Nano Gardens, Sally's World. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ചെമ്പരത്തി ചെടികളെയാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഹൈബിസ്കസ് റോസേ സൈനൻസിയസ്. വളരെ ഭംഗിയുള്ള പല നിറത്തിലുള്ള പുഷ്പങ്ങൾ തരുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി. നമ്മുടെ നാടൻ ചെമ്പരത്തികൾ പല നിറത്തിലും പല വലുപ്പത്തിലുമുണ്ട്. ഹൈബ്രിഡ് വെറൈറ്റികൾ കുറുകിയതാണ്, എന്നാൽ നാടൻ ഇനങ്ങൾ ഉയരം കൂടിയ ഇനങ്ങളാണ്. അഞ്ചിതളൻ ചെമ്പരത്തി, മൊട്ടു ചെമ്പരത്തി, മുളക് ചെമ്പരത്തി, പൂവാരൻ ചെമ്പരത്തി, കട്ട ചെമ്പരത്തി എന്നിങ്ങനെ ധാരാളം പേരുകളിൽ ഇതിനെ നമ്മൾ അറിയുന്നുണ്ട്. എന്നാൽ ചട്ടികളിൽ വളർത്താൻ എപ്പോഴും നല്ലത് ഹൈബ്രിഡ് വെറൈറ്റികളാണ്. ഹൈബ്രിഡ് വെറൈറ്റികൾ നല്ല വലിയ പൂക്കൾ തരും എന്ന് മാത്രമല്ല, പൂക്കൾ 2 ദിവസം നിൽക്കും. ഇത് നോക്കിക്കേ, ഈ പൂവെല്ലാം 2 ദിവസം നിൽക്കും. ചില പൂക്കൾ 2.5 ദിവസം വരെ നിൽക്കും. അതാണ് ഒരു പ്രത്യേകത. അതേപോലെ തന്നെ അത്ര വലിപ്പം വെക്കാത്തത് കൊണ്ട് ഗാർഡനിൽ നമുക്ക് കൂടുതൽ എണ്ണത്തെ നിലനിർത്താൻ സാധിക്കും. ഓരോ ചെടിയെയും നോക്കിയാൽ അതിസുന്ദരമാണ്. ഇത് നോക്കി, മഞ്ഞയും ലൈറ്റ് ഓറഞ്ചും ഒരു പിങ്കും കൂടെ വരുമ്പോഴേക്കും ഈ പൂവിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാം നമുക്ക്. ഇത് കണ്ടോ, അതേപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും കൂടെ വരുമ്പോഴുള്ള ഭംഗി. ഇത് നോക്കി, മഞ്ഞയുടെ ഉള്ളിൽ നല്ല ചുവപ്പ് കളറിൽ വരുമ്പോൾ അതിൻ്റെ ഭംഗിയൊന്ന് വേറെ. ഇതാ, ഞാനൊരു ശാന്ത സ്വഭാവി എന്ന് സൂചിപ്പിക്കുന്ന പോലെ ലൈറ്റ് പിങ്കും വൈറ്റും ചേർന്ന് വരുന്നത്. അങ്ങനെ ധാരാളം. ഈ ചെമ്പരത്തിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒന്നിച്ച് പൂക്കുന്നില്ല. ഓരോ ദിവസം നോക്കിയാൽ 4-5 പൂക്കളുണ്ടാകും, പക്ഷേ പല കളറുകളായിരിക്കും. അപ്പോൾ ചിലപ്പോൾ 4-5 പൂ വരെ ഒന്നിൽ വരും, ചിലപ്പോൾ 2 പൂക്കളാണ് വരുന്നത്. അങ്ങനെ വ്യത്യാസമുണ്ട്. ചെമ്പരത്തിയെ കുറിച്ച് പറയുമ്പോൾ മഴയത്തും വെയിലത്തും പൂക്കൾ തരുന്ന ചെടിയാണ് ചെമ്പരത്തി. ഇനി ഇതിൻ്റെ കെയറിനെ കുറിച്ച് നോക്കാം. ഇത് സൂര്യപ്രകാശം നല്ലവണ്ണം ഇഷ്ടപ്പെടുന്ന ചെടിയാണെന്ന് പറഞ്ഞില്ലേ. 6 മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടിയാൽ അത്രയ്ക്കും ഇഷ്ടമാണ്. രണ്ടാമതായി വാട്ടർ. എല്ലാ ദിവസവും ചെമ്പരത്തിക്ക് നനച്ചു കൊടുക്കണം. മൂന്നാമതായിട്ട് ഫെർട്ടിലൈസർ. വളം കൊടുക്കുന്നതിനനുസരിച്ച് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി. പ്രത്യേകിച്ച് ഈ ഹൈബ്രിഡ് ഇനങ്ങൾക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും വളം കൊടുക്കണം. ജൈവവളങ്ങളും കൊടുക്കാം, രാസവളങ്ങളും കൊടുക്കാം. നടുമ്പോൾ നമ്മൾ ജൈവവളമാണ് ചേർക്കുന്നത്. നടുമ്പോൾ നമ്മൾ ജൈവവളമാണ് കൊടുക്കുന്നത്. ഒന്നുകിൽ ചാണകപ്പൊടി, അല്ലെങ്കിൽ കമ്പോസ്റ്റ്, അല്പം ഗാർഡൻ സോയിൽ, കൊക്കോപ്പിറ്റ്, അതുപോലെ തന്നെ അല്പം എല്ലുപൊടി, അതേപോലെ നീം കേക്ക്, അതേപോലെ അല്പം വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് ചേർത്തുന്നത് വളത്തെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, വളവും കിട്ടും, അതോടൊപ്പം തന്നെ കീടബാധകളിൽ നിന്ന് ചെടിയെ സംരക്ഷിക്കുകയും ചെയ്യും. ഇനി ചെടി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നഴ്സറിയിൽ നിന്നാണ് നിങ്ങളൊരു ചെടി കൊണ്ടുവരുന്നതെങ്കിൽ ചെടിയെ ആദ്യം നമ്മുടെ വീടിനെ പരിചയപ്പെടുത്തണം. അപ്പോൾ 3-4 ദിവസം അല്പം വെള്ളം കൊടുത്ത് തണലിൽ ചെടിയെ വെക്കുക. 3-4 ദിവസം കൊണ്ട് നമ്മുടെ വീടുമായി, നമ്മുടെ ക്ലൈമറ്റുമായിട്ടൊക്കെ ചെടി പരിചയപ്പെട്ടു വരും. അതിനുശേഷം ചെറിയ ചട്ടിയിലുള്ള ചെടിയെ പുറത്തെടുത്ത് ആ നിൽക്കുന്ന ചട്ടിയേക്കാൾ അല്പം കൂടി വലിയ ഒരു ചട്ടിയിൽ, അധികം വലുതായി പോകരുത്, കുറച്ചുകൂടി വലുത്, അടുത്ത വലുപ്പത്തിലുള്ള ഒരു ചട്ടിയെടുത്ത് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ മിശ്രിതം, അതായത് ഗാർഡൻ സോയില്, അതേപോലെ തന്നെ കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ വെറും കമ്പോസ്റ്റ് ആണെങ്കിൽ അത് ചേർത്ത് നമുക്ക് നടാവുന്നതാണ്. പിന്നീട് കൊടുക്കേണ്ട വളങ്ങൾ, NPK വളം വേണമെങ്കിൽ കൊടുക്കാം. 19-19-19 കൊടുക്കുകയാണെങ്കിൽ ധാരാളം പൂക്കളുണ്ടാകും. ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ലത് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശേ എല്ലുപൊടി കൊടുക്കുന്നതാണ്. ഞാനിവിടെ കൊടുക്കുന്നത് എല്ലുപൊടിയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ കൊടുക്കുന്നത് മണ്ണിര കമ്പോസ്റ്റാണ്. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ധാരാളമായിട്ടുണ്ടല്ലോ. അത് കൂടാണ്ട് കൊടുക്കുന്നത് എല്ലുപൊടിയാണ്. എല്ലുപൊടി കൊടുക്കുമ്പോൾ, ഫോസ്ഫേറ്റ് വളങ്ങൾ കൊടുക്കുമ്പോൾ ഫോസ്ഫറസ് ലഭിക്കുകയും ധാരാളം പൂക്കൾ കിട്ടുകയും ചെയ്യും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ചെടിയിലുണ്ടാകുന്ന പെസ്റ്റുകളാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എപ്പോഴും ഒന്നൊന്നായിട്ട് രോഗകീടബാധകൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി. മീലി ബഗുകൾ കണ്ടോ, ഇത് നോക്കിയേ, ഇതിലേത് നോക്കിയാലും ഇത് തന്നെയാണ്.
നമ്മൾ ഒരു 4 ദിവസത്തേക്ക് ഇവിടെ ഇല്ലായിരുന്നു. 4 ദിവസം കണ്ട് ഉറുമ്പ് വന്നേക്കുന്നത് കണ്ടോ. മീലി ബഗ്ഗുകളോ എഫിഡുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആര് വരും? ഉറുമ്പുകൾ വരും. ഇതിന് നമുക്ക് ജൈവ കീടനാശിനിയാണെങ്കിൽ എന്താണ് കൊടുക്കുന്നത്? നമ്മൾ നീം ഓയിൽ സൊല്യൂഷനും 5 ml നീം ഓയിൽ സൊല്യൂഷൻ എടുത്ത് അതിനോടൊപ്പം സോപ്പും കൂടെ ചേർത്ത്, ലിക്വിഡ് സോപ്പ് ഏതെങ്കിലും ഒരല്പം ചേർത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. കുറച്ച് കുറയും. വീണ്ടും അത് അടുപ്പിച്ച് 3-4 ആഴ്ചകൾ ചെയ്യുമ്പോൾ അത് പോകും. നോക്കിയേ, നമ്മൾ സ്ഥിരമായിട്ടിത് കുറച്ചുണ്ടാകുമ്പം തന്നെ അതിനെ തൂത്തും തുടച്ചും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് പോകും. നോക്കിയേ, 2 ആഴ്ചയോളം നമ്മൾ മാറി നിന്നാൽ മതി. സർവ്വരും വന്ന് ഇതിനെ ആക്രമിക്കും. മീലി ബഗ്ഗുകൾ ആക്രമിക്കും, അതേപോലെ തന്നെ എഫിഡുകൾ ആക്രമിക്കും, അതേപോലെ സ്പൈഡർ മൈറ്റ്, ഇലകളുടെ അടിയിൽ കൂട് കെട്ടുന്ന സ്പൈഡർ മൈറ്റുകൾ വരും. ഇതെല്ലാം ശല്യക്കാരാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് സർവൈവ് ചെയ്താണ് ഇത്രയും പൂക്കളൊക്കെ നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതിൽ എത്രയോ കൂടുതൽ വരും. ഇനി മറ്റൊരു ശല്യം എന്താണെന്ന് വെച്ചാൽ, ഇവരെ ആക്രമിച്ച് കഴിയുമ്പോഴേക്കും ഈ തൃപ്തികൾ, ഒരുതരം പുഴുക്കൾ ഈ മൊട്ടുകളിൽ വന്ന്, ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ നോക്കിക്കേ, ഇത് കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. ഈ തൃപ്തികൾ വന്ന് ഇതിൻ്റെ അകത്ത് കൂട് കെട്ടും, അങ്ങനെ അത് പോകും. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഈ മൊട്ടിനെയൊക്കെ ആക്രമിച്ച് കീഴടക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ കീടബാധ ഭയങ്കരമായിട്ടുണ്ടാകുന്നതാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റി. നമ്മുടെ നാടൻ വെറൈറ്റിയിൽ അത്രയും വരില്ല. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ശല്യക്കാരാണ് പുഴുക്കൾ. ഇത് കണ്ട, പുഴുക്കൾ, ഏതൊക്കെയോ ശലഭങ്ങളുടെ പുഴുക്കൾ. അത് വന്ന് മുട്ടയിട്ടിട്ട് ഇല ചുരുട്ടും. ഇത് കണ്ടോ, ചുരുട്ടി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പുഴുകാണ്. ഇതാ ചടി, ഇത് കണ്ടോ, അസമീസ് എന്തോരം വേഗത്തിലാണ് പോകുന്നതെന്നുണ്ടോ. അത്രയ്ക്ക് തിന്ന് നല്ല സൂചിച്ചിരിക്കുകയാണ്. ഇത് നോക്കിയേ, ഇത് വേറൊന്ന്. ഇതിൻ്റെ അകത്ത് പുഴു പോയി. എന്നാൽ അതിൻ്റെ അകത്തും കണ്ടില്ലേ, 2 ജാതി കീടങ്ങളാണ് കാണുന്നത്. അവിടെ ഉറുമ്പുകളും വന്നിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ നീരൂറ്റി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മീലി ബഗ്ഗുകളും എഫിഡുകളും ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും അവർ നീരൂറ്റി കുടിക്കും. അന്നേരം ഈ മൊട്ടുകൾക്കൊന്നും സർവൈവ് ചെയ്യാൻ പറ്റാതെ അവർ കൊഴിഞ്ഞു വീഴും. ചെമ്പരത്തിയെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് മൊട്ടുകളും ഇലകളും മഞ്ഞളിക്കുക. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, വെള്ളം കൂടുതലായാൽ ഇലകൾ മഞ്ഞളിക്കും. ഇതൊക്കെ ഇപ്പോൾ ഓരോ ഇല മഞ്ഞളിച്ചു എന്ന് പറഞ്ഞാൽ അത് മഞ്ഞളിപ്പല്ല. അതല്ലാതെ ഇതിലിപ്പം മഞ്ഞളിപ്പ് അധികം ഇല്ല. ചിലത് മൊട്ട് വിരിയുന്നതിന് മുമ്പ് മഞ്ഞളിച്ച് മൊട്ടുകൾ കൊഴിഞ്ഞു പോകും. ഇനി ചെമ്പരത്തിയെ ആക്രമിക്കുന്ന മറ്റൊന്ന് രോഗമാണ്. ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ഫംഗൽ രോഗങ്ങളാണ്. അതായത് നമ്മൾ ചെടിയുടെ പോട്ടിംഗ് സോയിൽ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പോട്ടിംഗ് സോയിൽ, ചെമ്പരത്തി ചെടി മണ്ണ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ ചട്ടിയുടെ ദ്വാരം നല്ലവണ്ണം ശ്രദ്ധിക്കപ്പെടണം. അടിയിൽ കല്ലോ ഓടുകഷ്ണമോ ഇട്ട ശേഷം ഇളക്കമുള്ള മണ്ണ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഗാർഡൻ സോയിലും ഇതൊക്കെ ചേർത്തിട്ട്, അപ്പോൾ ഇളക്കമുള്ള മണ്ണായിരിക്കണം. ഗാർഡൻ സോയിൽ കുഴഞ്ഞതാണെങ്കിൽ, നിങ്ങളുടെ ഭാഗത്തെ മണ്ണ് കുഴഞ്ഞതാണെങ്കിൽ നിങ്ങൾ മണൽ ചേർത്ത് കൊടുക്കണം. അതല്ലെങ്കിൽ പെർലൈറ്റ് ചേർത്ത് കൊടുക്കണം. മണൽ ചേർത്ത് കഴിയുമ്പോൾ ജലാംശം വാർന്നു പോകാൻ എളുപ്പം കിട്ടും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മണ്ണ് നിറയ്ക്കുമ്പോൾ ചട്ടിയുടെ മേൽഭാഗം വരെ മണ്ണ് നിറയ്ക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെ ഒരു ഭാഗം വിട്ട് വേണം ചട്ടി നിറയ്ക്കാൻ. അതിനുശേഷം വെള്ളം കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് വെള്ളം കൊടുത്ത് താഴെ വരെ വെള്ളം എത്തി എന്ന് നമ്മൾ നോക്കിക്കാണണം. ധാരാളം വേരുകൾ കട്ട കുത്തി ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ധാരാളം വെള്ളം ആവശ്യമുണ്ട്. ഇനി ഇതേപോലെയുള്ള പുഴുക്കളും കീടങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത്, ഇതിനെ നിങ്ങൾ വീട്ടിൽ ഉള്ള സമയത്താണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഒരു റൊട്ടീൻ പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കുറയും. അതേപോലെ തന്നെ വെള്ളം നല്ലവണ്ണം ദിവസവും ഒഴിച്ചു കൊടുക്കുക, ഒന്ന് ചീറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ മീലി ബഗ്ഗുകൾക്കൊക്കെ ഒരു പരിധി വരെ കുറവുണ്ടാകും.
വർണ്ണമനോഹരമായ പൂക്കൾ തരുന്ന ഈ ചെമ്പരത്തി ചെടിയെ ആരാണ് ഇഷ്ടപ്പെടാത്തത്? അപ്പോൾ അവയ്ക്ക് നാശമുണ്ടാക്കുന്നവരെ എതിർത്ത് തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം നമ്മുടെ ചെടികൾക്ക് നമ്മളോട് പറയാൻ പറ്റുന്നില്ല, പക്ഷേ നമ്മളത് കണ്ടറിഞ്ഞ് അവരെ സഹായിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടോ? ഇതിനുപയോഗിക്കേണ്ട വളങ്ങളെക്കുറിച്ച്, അതേപോലെ തന്നെ ജൈവ കീടനാശിനിയെക്കുറിച്ച് ഒക്കെ ഞാൻ പറയുകയുണ്ടായി. ഇതൊക്കെ ഉപയോഗപ്പെടുത്തി ഈ ചെടികളെ നല്ലവണ്ണം പരിപാലിക്കാം. പിന്നീടൊരിക്കൽ നമുക്ക് നാടൻ വെറൈറ്റികളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.